എന്റെ വിഷമം അതൊന്നുമല്ല മോളെ. എത്ര കോടി സ്വത്തുണ്ടെങ്കിലും നമ്മുടെ നിശ്ചയം മുടങ്ങിയില്ലേ? എന്നിട്ട് ഈ അഖിലാണ്ടേശ്വരി സ്വത്ത് ഭാഗം വെക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മേ, ഒന്നും കാണാതെ അഖിലാണ്ടേശ്വരി ആന്റി ഒരു തീരുമാനം എടുക്കില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ കാരണം ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. അതെ, അഖില വാശിക്കാരിയാ. എന്ത് സംഭവിച്ചാലും ആഗ്രഹിച്ചത് നടത്തിയിരിക്കും. അതിനു വേണ്ടിയിട്ടാ ഇപ്പോഴീ കളി കളിക്കുന്നത്. ദേ, എന്റെ അഭിപ്രായത്തിൽ അഖിലാണ്ടേശ്വരിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി കൂടി നിന്നെ മരുമകളായി കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ വരണം. അപ്പൊ അവര് നമ്മുടെ വീട്ടുപടിക്കൽ വരും, പെണ്ണിനെ തരുവോ എന്ന് യാചിച്ച്. വാ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നു. മാഡം, മാഡത്തിന് തിരക്കി വീട്ടിൽ ചെന്നപ്പോഴറിഞ്ഞത് ഇവിടെ അമ്പലത്തിലേക്ക് വന്നു. അതാ ഇവിടെ വന്നത്. ഒരു സമാധാനത്തിന് അമ്പലത്തിലേക്ക് വരുന്നത്. നിന്റെ മുഖം കണ്ടാല് ഉള്ള സമാധാനം കൂടി പോവും. ഇതൊരു പൊതുസ്ഥലമായി പോയി. അല്ലെങ്കിൽ നീ എന്റെ കൈയുടെ ചൂടറിഞ്ഞാന്. ദേവി, ഇത് ഞാൻ പറയണൊന്ന് കേൾക്കണം മാഡം. അരവിന്ദിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. അതല്ലേ നിനക്ക് പറയാനുള്ളത്? അഖിലാന്റി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. പിന്നെയാ വെറും അടുക്കളക്കാരിയായ നീ. ഏതായാലും ഞാനുള്ള സ്ഥലം തേടി വന്നതല്ലേ. നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോ. ഈ കാല് പിടിച്ച് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. മാഡം, അനിയും കുഞ്ഞായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കണം. ഇതെന്റെ അപേക്ഷയാണ്. നോക്ക്, നിശ്ചയത്തിന് സമ്മതം പറയാനുള്ളത് ഞാനല്ല, അരവിന്ദ. അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ നീയെല്ലാം. താലി കെട്ടാതെ പോയത് നിന്റെ അനിയൻ കുഞ്ഞല്ലേ. എന്നോട് വെറുതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിശ്ചയത്തിന് സമ്മതം പറയാൻ ആദ്യം നീ നിന്റെ അനിയൻ കുഞ്ഞിനോട് ചെന്ന് പറ. അനിയൻ കുഞ്ഞ് നിശ്ചയത്തിന് സമ്മതിച്ചു. മാഡം, നാളെ രാവിലെ അവിടെ വരെ ഒന്ന് വന്നാൽ മാത്രം മതി. നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? സത്യം മാഡം, അനിയൻ കുഞ്ഞിന് സമ്മതോ? ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുക. മാഡം, ഈ നിശ്ചയത്തിന് സമ്മതിക്കണം. എഴുന്നേക്കടി. എഴുന്നേൽക്കാൻ. നിന്റെ ഡ്രാമയൊന്നും എന്നോട് വേണ്ട. ആളുകൾ